നമസ്കാരം. നമസ്കാരം. എന്താ പേരെന്താ? കൽജിത്ത്. കൽജിത്ത്. ബജാജ് ആർ എടുത്തിട്ട് കുറേ ആയോ? 2 മാസം കഴിഞ്ഞ്. 2 മാസമായി അല്ലേ? എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി കണ്ടീഷനാണ്. വണ്ടി മൈലേജ് ഒക്കെ നല്ല മൈലേജ് ഉണ്ട്. 170 മൈലേജ് കിട്ടുന്നുണ്ട്. 170 ഒരു ഫുൾ ചാർജിൽ? ഒരു ഫുൾ ചാർജിൽ ആണല്ലേ. ഇതിന് എത്ര മോഡുണ്ട്? അങ്ങനെ എത്ര മോഡുണ്ട്? ഗിയർ പോലെ മാറ്റുന്ന മോഡില്ലേ? അത് പിന്നെ ഗിയറൊന്നുമില്ല. ഇതിപ്പോ അങ്ങനെ വിട്ട് ഗിയർ ഇങ്ങനെ ഓട്ടോമാറ്റിക് ചേഞ്ച് ആവും. ഓട്ടോമാറ്റിക് മാറും. ഓട്ടോമാറ്റിക് മാറും. നമ്മൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ശരി. ചാർജ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നുണ്ട്? ചാർജ് 3 മണിക്കൂർ. 3 മണിക്കൂറിൽ ഫുൾ ചാർജ് ആവും? ഫുൾ ചാർജ് ആവും. അത് നല്ല ഫാസ്റ്റ് ആണല്ലോ അല്ലേ? വണ്ടിക്ക് എന്താ വില ഓൺ ദ റോഡ്? വണ്ടിക്ക് ഓൺ ദ റോഡ് 3.33. 3.33. ഇതിൽ ഓഡോമീറ്റർ ഒക്കെ കാണിക്കൂലേ? ഇതിലിപ്പോ എത്ര പെർസെന്റേജ് ബാറ്ററി ബാലൻസ് ഉണ്ട്? ഇതിപ്പോ 3 ഘട്ട ബാക്കിയുണ്ട്. ബാലൻസ് ഉണ്ട്. പിന്നെ 91 കിലോമീറ്റർ എനിക്ക് ഓടാണ്ട്. രാവിലെ എടുത്താണ്. ഇനിയും 91 കിലോമീറ്റർ ഓടാണ്ട്. ടോട്ടൽ എത്ര ഘട്ടം ഉണ്ടാവുക? ടോട്ടല് 5 ഘട്ടം ഉണ്ടാവും. ഇപ്പൊ 2 ഘട്ടം കഴിഞ്ഞ് ഇനി 91 കിലോമീറ്റർ ഓടാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ റെഡി അല്ലേ? 170 കിട്ടുന്നുണ്ട് അല്ലേ? 170 കിട്ടുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ എത്ര സ്പീഡിലാണ് നിങ്ങൾ പോകല്? ഞാൻ ഇപ്പോൾ പോകുന്നത് 38-39 കിലോമീറ്ററിലൊക്കെ പോകും. അതായത് 40 km/h സ്പീഡിൽ താഴെ പോകുന്നത് അല്ലേ? അങ്ങനെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ 170 കിട്ടും. അത് കിട്ടുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ഓക്കെ. എന്നാൽ ശരി ബ്രോ, ഒന്ന് അറിയാനായിരുന്നു കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ. എന്നാൽ എൻ്റെ കൈ. നമസ്കാരം. നമസ്കാരം. എന്താ പേരെന്താ? രാജേഷ്. രാജേഷോ? ആറ് ഇലക്ട്രിക് എടുത്തിട്ട് കുറേ ആയോ? ഞാൻ ഈ അടുത്താണ് എടുത്തത് വണ്ടി. അടുത്തെന്ന് ഏകദേശം എത്ര മാസമായി? ഒന്നര ആഴ്ച ആയിട്ടേ ഉള്ളൂ. അപ്പൊ വണ്ടിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമല്ല, എന്നാലും കൂടി ചോദിക്കണം, വണ്ടിക്ക് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? റേഞ്ച് ഒരു നമ്മളോട് പറയുന്നത് ഇവര് പറയുന്നത് 100-170 അടുത്തെല്ലാം കിട്ടുന്ന പറയുന്നത്. 170. അപ്പോൾ ഇപ്പോൾ ഓടിച്ചിട്ട് 154 ഇതിന്റെ ഈ ഒരു റേഞ്ച് കാണിക്കണം. 154 ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? ആകെ ഈ ഓട്ടത്തിന് ഇപ്പോൾ 154 അടുത്തെല്ലാം കിട്ടണുള്ളൂ. അന്നേരം ഇവർ പറയുന്ന കൂടി മൈലേജും കാര്യങ്ങളെല്ലാം കൂടി വരുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ കിട്ടുന്നത് 150, 154 ഈ ഒരു ലെവലിലേ കിട്ടുന്നുള്ളൂ. ബാക്കി പറയുന്ന അത്രക്ക് അങ്ങോട്ട് കയറലൊന്നും ഇല്ല. ഇതിപ്പോ വണ്ടിനെ പറ്റി നമ്മൾ കൂടുതൽ അഭിപ്രായം പറയാൻ ആയിട്ടില്ല. അപ്പൊ ഇറങ്ങിയിട്ടില്ല. അതാണ് എങ്ങനെയാലും ഒരു 50,000 കിലോമീറ്റർ ഓടിയാലേ അതിൻ്റെതായ വ്യക്തത വരുത്താൻ പറ്റുള്ളൂ നമുക്ക്. അല്ലാണ്ട് പക്ഷെ പലർക്കും ആഗ്രഹമുണ്ട് വണ്ടിക്ക് എത്ര റേഞ്ച് കിട്ടിയെന്ന് അറിയാൻ വേണ്ടി. അതാണ്, അതിനാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് പറയുന്നുണ്ട്. ഓടുന്നവരെല്ലാം പറയുന്നുണ്ട് കിട്ടുന്നുണ്ട്. ഒരു 160-170 അടുത്തെല്ലാം കിട്ടുന്നുണ്ടെന്ന് അവർ പറയുന്നു. നമ്മളിപ്പോൾ എടുത്ത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായ പൂർണ്ണമായിട്ടുള്ള വ്യക്തത നമുക്ക് വരുത്താൻ കഴിയൂല. നിങ്ങളെ വർക്ക് നടക്കട്ടെ. അതാണ്. എന്നാ ശരി, ഞാൻ പോട്ടെ. ആയിക്കോട്ടെ, ശരി, കാണാം. ഒരു കൈ തന്നിട്ട് പോവാം. ശരി, ആയിക്കോട്ടെ. ശരി, ഓക്കെ, ബൈ. നമസ്കാരം. നമസ്കാരം. പേരെന്താ? എന്റെ പേര് ഹിദായത്തുള്ള. ഈ ബജാജ് എടുത്തിട്ട് എത്രയായി? 4 മാസം. 4 മാസം. എത്ര കിലോമീറ്റർ ഓടി? 5000 കിലോമീറ്റർ കഴിഞ്ഞു. ആണല്ലേ? എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? 170 കിലോമീറ്റർ ഇപ്പം കിട്ടുന്നുണ്ട്. കമ്പനി പറഞ്ഞ കമ്പനി 173-78 150 കിട്ടുന്നുണ്ടല്ലേ? 150 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ഇതിന്റെ വാറണ്ടി എത്രയാ? വാറണ്ടി 3 വർഷം. 3 വർഷം ബാറ്ററി, മോട്ടർ വാറണ്ടി, ചാർജർക്ക് 3 വർഷമാണ്. അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ. നിങ്ങൾ വണ്ടിന്റെ കാര്യത്തിൽ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഞാൻ ഡീസൽ വണ്ടിയാണ് ഉപയോഗിച്ചത്. ഇപ്പൊ നല്ല സുഖമുണ്ട്, ഒരു ക്ഷീണവും ഇല്ല. ഈ വണ്ടി ഉപയോഗിച്ചതിനെ കൊണ്ട് ഒരു ക്ഷീണമൊന്നുമില്ല. അതേപോലെ കറണ്ടിന്റെ ചാർജ് എന്താ വെച്ചാൽ 4.5 മണിക്കൂർ ഫുൾ ചാർജ് ചെയ്യാൻ. 4.5 മണിക്കൂർ വീട്ടിൽ നിന്ന് കുത്തിയിടാം. പിന്നെ പുറത്തൊക്കെ ഉണ്ടല്ലോ, അതിലും കുത്താം. 4.5 മണിക്കൂർ ഫുൾ ചാർജ്. 3 മണിക്കൂർ. എനിക്ക് തെറ്റിപ്പോയതായിരിക്കും. ഇത് ബജാജ് ആണ് വണ്ടി. ആയിക്കോട്ടെ. അല്ല, ബജാജിന്റെ 3 മണിക്കൂർ പോരാ, 4.5 മണിക്കൂർ ചാർജ് ചെയ്യാം. ആയിക്കോട്ടെ. ഇതൊക്കെ അറിയാനായിരുന്നു. സന്തോഷം. ആയിക്കോട്ടെ. നമസ്കാരം ബ്രോ. നമസ്കാരം. എന്താ പേരെന്താ? അരുൺദാസ്. ഇത് ബജാജ് ആര് എടുത്തിട്ട് കുറേ ആയോ? ഞാൻ എടുത്തിട്ട് ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ. 1 മാസമായിട്ടുള്ളൂ. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? കിലോമീറ്റർ ഇപ്പോൾ ഏകദേശം ഒരു 4000 കിലോമീറ്റർ. 4000 കിലോമീറ്റർ അല്ലേ? എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് വണ്ടിക്ക്? റേഞ്ച് പറഞ്ഞാൽ ചില സമയത്ത് 175 ഉണ്ടാവും, ചില സമയത്ത് 165 ആയിരിക്കും. ഓരോ ദിവസം ചാർജ് ചെയ്യുന്നതനുസരിച്ച് ഓരോ തരം മാറിയിട്ടാണ്. കമ്പനി പറയുന്ന റേഞ്ച് എത്രയാ? കമ്പനി 178 പറഞ്ഞത്. നിങ്ങൾക്ക് 160 കിട്ടുന്നുണ്ട്. 160 പറഞ്ഞാൽ മാക്സിമം 150 എന്തായാലും കിട്ടും. ഏറ്റവും കുറഞ്ഞത് കിട്ടിയപ്പോൾ 180. കുറഞ്ഞത് 150. വണ്ടിന്റെ ഓൺ ദ റോഡ് പ്രൈസ് എത്രയായിരുന്നു? ഓൺ ദ റോഡ് മുൻപ് 3,31,000 ഞാൻ എടുക്കുന്ന സമയത്ത്. ഇപ്പം 20,000 രൂപ കൂടിയിട്ട് 3,53,000. 20,000 രൂപ കൂടിയപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ വണ്ടിക്ക്? വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളും വന്നില്ല. കുറെ ആൾക്കാർ പറഞ്ഞത് ഈ ബാറ്ററി വാറണ്ടി കൂട്ടിയിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവർ അന്വേഷിച്ചിട്ട് അത് കൂട്ടിയിട്ടൊന്നുമില്ല. അതേപോലെ ബാറ്ററിന്റെ പവർ ചിലപ്പോൾ കൂട്ടിയിട്ടുണ്ടാവും, റേഞ്ച് കൂട്ടിയിട്ടുണ്ടാവും. റേഞ്ച് കൂട്ടിയിട്ടൊന്നുമില്ല. 20,000 രൂപയുടെ കൂടുതൽ വന്നില്ല. അതിന്റെ ഇല്ല, അത് വണ്ടി കൂടുതലായിട്ട് ഇറങ്ങുന്നതുകൊണ്ട് കമ്പനി ഡിമാൻഡ് കൂട്ടിയതാണ് അല്ലേ? അതെ. ഓക്കെ, ശരി, താങ്ക് യു. താങ്ക് യു. നമസ്കാരം ബ്രോ. നമസ്കാരം.
എന്താ പേരെന്താ? എൻ്റെ പേര് ശിബീഷ്. ഈ ബജാജ് ആറി വാങ്ങിയിട്ട് എത്രയായി? ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 2 മാസം 2.5 മാസത്തിനുള്ളിലായി. അപ്പോൾ എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും ഏകദേശം? ഒരു 3200 ഓടി ഉണ്ടാവും. 3200 കിലോമീറ്റർ അല്ലേ? ഞാൻ ഈ വണ്ടി മറ്റേ റിവ്യൂ ചെയ്ത സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം വണ്ടീൻ്റെ റേഞ്ച് അറിയാൻ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്, എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ടല്ലേ. ബാക്കി വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് കാലം കഴിയണം അല്ലേ? ഒരു 10-40-50 കിലോമീറ്റർ ഓടണം. 50,000 കിലോമീറ്റർ ഓടേണ്ടി വരും. എന്നാലും നമുക്ക് വണ്ടീനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അല്ലേ? പക്ഷേ ഇതിപ്പോൾ ജസ്റ്റ് ഒരു റേഞ്ചിൻ്റെ കാര്യം കറക്റ്റ് ആയിട്ട് കിട്ടില്ലോ എന്ന് റേഞ്ചിന്റെ കാര്യം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ 1 കിലോമീറ്റർ എന്തായാലും കിട്ടും. അല്ല, കമ്പനി പറയുന്ന റേഞ്ച് എത്രയാണ് ഒരു ഫുൾ ചാർജിൽ? 174 അങ്ങനെ എന്തോ ആണ്. നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? എനിക്ക് 165 ആ ഒരു റേഞ്ചിൽ എന്തായാലും കിട്ടുന്നുണ്ട്. എന്തായാലും കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾ നോക്കിനോ അത്? ഞാൻ നോക്കിയിട്ടുണ്ട്. ചാർജ് ചെയ്യാൻ എത്ര ടൈം വേണം? ഫുൾ ചാർജ് ചെയ്യാൻ ഒരു 4 മണിക്കൂറെങ്കിലും വേണ്ടി വരും. 4 മണിക്കൂർ വേണം അല്ലേ? വണ്ടീൻ്റെ വാറണ്ടി എത്രയാണ്? വണ്ടീൻ്റെ മൊത്തമുള്ളത് 3 വർഷം 50 തരുന്നത്. എത്ര കിലോമീറ്റർ ആണ് അത്? 88 ആണ്. 80,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ. ഓൺ ദ റോഡ് പ്രൈസ് എത്രയാണെന്ന് അറിയാം? അത് ഞാൻ എടുക്കുമ്പോൾ 3,31,000 രൂപ. ഇപ്പം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20,000 രൂപ കൂടിയുണ്ട്. ആ കാരണം 5 വർഷം ആക്കിയത്. 3 വർഷമുള്ള 5 വർഷം ആക്കിയെന്ന് പറഞ്ഞു. വാറണ്ടി കൂട്ടി. വാറണ്ടി കൂട്ടി. അതേപോലെ റേഞ്ച് കൂട്ടിയിട്ടുണ്ടോ? റേഞ്ച് കൂട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ലല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് വില കൂടാനുള്ള കാരണം അല്ലേ? ഓ ആയിക്കോട്ടെ, ഇത് അറിയാനായിരുന്നു. ശരി, ഓക്കെ. താങ്ക് യു ബ്രോ. I get those goosebumps every time you come around.